ഗൈസ് ക്രിസ്മസ് ഈസ് ഹിയർ. അപ്പോൾ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വടക്കോട്ടൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്, അവിടുന്ന് ആരെങ്കിലും എറണാകുളം സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എടാ മറൈൻ ഡ്രൈവിൽ നിന്ന് എനിക്ക് അത് ഇത് അങ്ങനെ ക്രിസ്മസിന് വേണ്ട എല്ലാ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഈ മറൈൻ ഡ്രൈവ് പരിസരത്ത് നിന്ന് കിട്ടുന്നതാണ് ഈ ഒരു പറച്ചിൽ അല്ലെങ്കിൽ ഒരു വെപ്പുണ്ട്. അപ്പം ഇവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് ഈ കൊച്ചി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ആ സ്പോട്ട്. നിങ്ങൾ യു നെയിം ഇറ്റ് യു ഗെറ്റ് ഇറ്റ്, അങ്ങനെയാണ് ആ സ്ഥലത്തെ പറ്റി പറയാറ്. മേത്ത ബസാർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. വളരെ തിരക്കേറിയ ഒരു സ്ട്രീറ്റാണ്. നമുക്ക് ചെന്നിട്ട് എങ്ങനെ ഇതിൻ്റെ ഫുട്ടേജുകളൊക്കെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമുക്ക് മാക്സിമം ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മാക്സിമം വിവരങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് തരാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്നൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ എങ്ങനെ അടുത്ത സീനിൽ നമ്മൾ മേത്ത ബസാർ കമോ. ചെറിയ കുട്ടി സ്റ്റാർ മുതൽ വലിയ സ്റ്റാർ വരെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് വിപണിയിൽ കൂടുതൽ പേപ്പർ സ്റ്റാറാണ് നമ്മൾ വെക്കണത് കൂടുതൽ. പിന്നെ അതിൽ ഉള്ളിൽ പേപ്പർ ഒട്ടിച്ച മോഡലാണ് പുതിയതായിട്ട് വന്നിരിക്കണത്. അങ്ങനെ ഉള്ളിൽ പേപ്പർ ഒട്ടിച്ച് ഇതെന്ന് വെച്ചാൽ ഹോള് പുറത്തേക്ക് കാണില്ല. ഈ സ്റ്റാറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെച്ചാൽ വലിയ റേറ്റ് ഒന്നുമില്ല. 150 രൂപ 120 രൂപ 100 രൂപ തൊട്ട് നല്ല മോഡലുണ്ട്. ഇനിയിപ്പോൾ 4 രൂപ തൊട്ടിട്ട് ചെറിയ പൊടി സ്റ്റാറും ഉണ്ട്. റേറ്റ് നമുക്ക് ഹോൾസെയിൽ ആയിരിക്കും കുറച്ചൊരു റേറ്റ് കുറയും. അതെന്ന് വെച്ചാൽ ഓരോ പീസ് എടുക്കില്ല, ഓരോ പാക്കറ്റ് എടുക്കണം. ഓരോ ഐറ്റത്തിൻ്റെ പല പല പേരുകളുണ്ട് സ്റ്റാറുകൾക്ക്. RDX, പ്ലാനറ്റ്, ഒരുപാട് മോഡലുണ്ട്. ഏഞ്ചൽ എന്ന് പറഞ്ഞ സ്റ്റാർ നല്ല മൂവ്മെന്റ് ഉണ്ട്. RDX സ്റ്റാർ എന്ന് വെച്ചാൽ ഉള്ളിൽ പേപ്പർ ഒട്ടിച്ചുള്ള മോഡലുകളാണ് നമ്മൾ കൂടുതലും. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അങ്ങനെ നമ്മൾ അത് കൂടുതൽ വെച്ചാൽ ആൾക്കാർക്ക് പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. ഫാമിലി ഉണ്ട്, ഇങ്ങനെ തിരുകുടുംബത്തിന്റെ ഡിസൈൻ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. റെഡ് വൈറ്റും ആണ് കൂടുതൽ പോണത് സ്റ്റാറുകളിൽ. വാലുള്ള സ്റ്റാറാണ് ഏറ്റവും കൂടുതൽ പോവുക. പല പല കടകള്, പല പല ഐറ്റംസ് ഡെക്കറേഷൻ വെക്കുന്നത്. ഡെക്കറേഷൻ ഇതിനു മുന്നേ ഇവിടെ വേറെ പരിപാടികളായിരുന്നു. അതിപ്പോ ക്രിസ്മസ് ടൈം ആകുമ്പോൾ എല്ലാം ഈ ഐറ്റംസ് ആയിരിക്കും. ക്രിസ്മസിന്റെ ഐറ്റങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ സ്റ്റേഷനറീസ്, സോഫ്റ്റ് ടോയ്സ്, ഗിഫ്റ്റ്, ബുക്സ് ഒക്കെ വെക്കുന്ന കടകളാണ് ഇതൊക്കെ. ക്രിസ്മസ് ടൈം ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ്. നോക്കി എല്ലാ കടയിലും എന്തായാലും ഞങ്ങളെ ഉള്ളിലേക്കായാൽ കുറച്ച് മേത്ത ബസാറിൻ്റെ ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്കുള്ള കടയായാലും ഞങ്ങളൊരു മിതമായ റേറ്റിന് കൊടുക്കണ കാരണം കൊണ്ട് ഞങ്ങൾ കുറേ കാലമായി ഞങ്ങൾ 3 ആളും കൂടി കച്ചവടം ചെയ്യണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളെ തേടി വരും. 17 വർഷം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 2006 ഞങ്ങളാണ് ഇവിടെ ഈ മാർക്കറ്റിൽ വിട്ടായിരുന്നു കംപ്ലീറ്റ്. മാത്രമാണ് ഈ സമയങ്ങളിൽ ഒരു നവംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 24-ാം തീയതി വരെ. പിന്നെ കഴിഞ്ഞ് വീണ്ടും ഡോളായി. വീണ്ടും ആ ഡോളാവും. ഈ സൈഡ് എല്ലാം ഡോളാവും, ഫുള്ള് ഡോളാവും. പിന്നെ അങ്ങനെ ഈ വർഷം എല്ലാ വർഷവും ഞങ്ങളുടെ കസ്റ്റമർ ഉണ്ട് കുറേ ആൾക്കാർ, ഈ സ്ഥിരമായിട്ട് വരുന്നവർ. ഈ കുറേ സ്കൂളുകൾക്കുള്ള, പിന്നെ ഗവൺമെൻറ്, പള്ളി, പിന്നെ കുറച്ച് ക്ലബ്ബുകൾ, അങ്ങനെ സ്ഥിരം വാങ്ങിക്കുന്ന കുറച്ച് കസ്റ്റമറുണ്ട് നമുക്ക്. അവരൊന്ന് വാങ്ങിക്കും, കൂടുതലുണ്ടാവും. ഒരു പീസൊക്കെ ഒരു സൈസ് തൊപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൈസൊക്കെ ഒരു 1000 എണ്ണമൊക്കെ മേടിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട്, 1000 പേർക്ക് വേണ്ടിയിട്ട്. ഈ പപ്പാനിയാണ്, ബൊമ്മയാണ് കൂടുതലും ചിലവുള്ളത്. പിന്നെ അതിൻ്റെ പുറമെ അതിന് കുറച്ച് വലുത്. പിന്നെ മറ്റുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പപ്പാനിയുടെ ഡ്രസ്സ്, വടി, പിന്നെ ഗ്ലൗസ്, പിന്നെ സഞ്ചി, ബാഗ്, പിന്നെ അതിന് മാസ്ക്, ചെറുത് വലുത്, അതിൻ്റെ വലുത്, അങ്ങനെ ഒരു 6 സൈസ് മാസ്ക്. പിന്നെ ഡ്രസ്സാണെങ്കിൽ 0 മുതൽ 6 മാസത്തെ കുട്ടി മുതൽ 90 വയസ്സായ ആൾ വരെയുള്ള ഡ്രസ്സ്. അത്രയൊക്കെയാണ് ഇവിടെ വിൽക്കണത്. ഇതെല്ലാം വരുന്നത് പോളി മാർബിളിൻ്റെ ആയിട്ടാണ് വരുന്നത്. മറ്റേ പ്ലാസ്റ്റർ പാരീസിൻ്റെ വരുന്നുണ്ട്. പിന്നെ ക്ലേല് വരുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ വീണാലൊന്നും കംപ്ലൈൻറ്റ് പറ്റില്ല. മറ്റേതെല്ലാം പ്ലാസ്റ്റർ പാരീസിൻ്റെ വരുന്ന താഴെ വീണാൽ എല്ലാം അവിടെ.
പിന്നെ അതിൽ സെറാമിക്കിൻ്റെ വരുന്നുണ്ട്, ഇതിൽ തന്നെ വേറെ സെറാമിക്കിൻ്റെ വരുന്നുണ്ട്. അത് ബാർഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഡിസ്കൗണ്ടൊക്കെ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ചെയ്ത് കൊടുക്കും. കസ്റ്റമറിന് ആവശ്യം നമ്മൾ വേറെ വരണം, അത്രേ ഉള്ളൂ. നമ്മൾ പരമാവധി ചെയ്ത് കൊടുക്കും. സീനാണോ ഇത് വണ്ടിയിലിട്ടിട്ട് വിൽക്കുന്ന പരിപാടി? ഇതെങ്ങനെയാ സെറ്റപ്പ്? കുറച്ച് മുമ്പ് ഉണ്ടായതാ? അപ്പോൾ ഗൈസ് നമ്മളൊരു ആവേശത്തിന് ഇങ്ങോട്ട് വന്നതാണ്. ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ബ്രോഡ്വേയിലാണ്. എല്ലാവരും പറയും ബ്രോഡ്വേയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന്. അപ്പോൾ അതെന്താണ് പരിപാടി എന്ന് അറിയാണ്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. മണലിട്ടാ താഴില്ലാത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത്. പക്ഷേ റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റീസണബിളായിട്ട് റേറ്റ് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ സാധനം എടുക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. അപ്പോൾ നല്ല തിരക്കാണ് വൈകുന്നേരങ്ങളിൽ. പിന്നെ പരമാവധി വണ്ടികളൊക്കെ ഒന്ന് ബാക്കിൽ ഇട്ടിട്ട് വരിക, അല്ലെങ്കിൽ ഇതേ അവസ്ഥയാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എവിടെ വരെ ആയി നമുക്കറിയത്തില്ല. എന്തായാലും ക്രിസ്മസിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞങ്ങളുടെ ചാനൽ ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ ബൈ ബൈ. ഇന്നത്തേക്ക് വിടാം.